മത്സരാർത്ഥികൾ കുറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. ശ്രീ നെയ്യാറ്റിൻകര മോഹനചന്ദ്രന്റെ ഒരു ശിഷ്യൻ വരാനുണ്ട്, നമ്മൾ മത്സരിച്ചിട്ട് കാര്യമില്ല എന്ന് കുട്ടികൾ പരസ്പരം പറഞ്ഞ കാലം. തുടർച്ചയായ വിജയങ്ങളുമായി കലോത്സവ വേദികളെ ത്രസിപ്പിച്ച ആ വിദ്യാർത്ഥിയുടെ പേര് ജയചന്ദ്രൻ എന്നായിരുന്നു. തന്റെ 21-ാം വയസ്സിൽ ആദ്യ ചലച്ചിത്രഗാനം ആലപിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ആ യുവാവ് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം, ഗാനങ്ങൾക്ക് ശബ്ദം നൽകാൻ മാത്രമുള്ളതല്ല, അവയ്ക്ക് രാഗഭാവങ്ങൾ കൂടി പകരാനുള്ളതാണ് തന്റെ നിയോഗമെന്ന്. അങ്ങനെ തന്റെ ചെറിയച്ഛൻ കൂടിയായ ശ്രീ നെയ്യാറ്റിൻകര മോഹനചന്ദ്രന്റെ 2 പതിറ്റാണ്ട് നീണ്ട ശിക്ഷണം അദ്ദേഹത്തെ എത്തിച്ചത് മലയാളത്തിലെ എക്കാലത്തെയും മഹാസംഗീതജ്ഞരിൽ ഒരാളായ ശ്രീ ജി ദേവരാജൻ മാസ്റ്ററുടെ സംവിധാന സഹായിയുടെ റോളിലേക്കാണ്. 1995 പുറത്തിറങ്ങിയ ചന്ത എന്ന ചിത്രത്തിൽ ശ്രീ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം പകർന്നുകൊണ്ട് ആരംഭിക്കുന്നു എം ജയചന്ദ്രന്റെ ചലച്ചിത്ര സംഗീതയാത്ര. അവിടുന്ന് ഇങ്ങോട്ട് ഓർക്കസ്ട്രേഷന്റെ അമിത ആരവങ്ങളില്ലാത്ത കഥയുടെ ആത്മാവിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്ന സംഗീത സ്പർശവുമായി 3 പതിറ്റാണ്ടിലേറെയായി ശ്രീ എം ജയചന്ദ്രൻ നമ്മുടെ കൂടെയുണ്ട്. കയ്യടി പോരാട്ട. പാലക്കാട്ട് പൊതുവെ ഈ കയ്യടിക്ക് പിശുക്കുണ്ടോ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെയുണ്ടോ? അത് സത്യമോ പറ്റിയോ? താങ്ക് യു സോ മച്ച്. ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇയാള് വന്നു കയ്യടി ചോദിച്ചു വാങ്ങിച്ചു എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ കയ്യടി ചോദിച്ചത് തമ്പുരുവിന് വേണ്ടിയിട്ടാണ്. തമ്പുരു എല്ലാവരും കാണാൻ പറ്റുന്നില്ല, കുറച്ചുകൂടെ വെളിച്ചമുണ്ടെങ്കിൽ എല്ലാവരും കാണാമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പാലക്കാട്ടെ സുഹൃത്തുക്കൾ എല്ലാവരും വന്നു ചേർന്നതിന്, ഈ സന്ധ്യയിൽ വന്നു ചേർന്നതിന് പ്രത്യേകം എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കട്ടെ. ഇപ്പൊ എല്ലാവരെയും കാണാം. ഹലോ. നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കില് ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ഒരു ക്വിസ് ക്വസ്റ്റ്യനാണ്. നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കില് ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഈ ഇൻസ്ട്രുമെന്റ് ഒരിക്കലും സ്വയം പാടുന്നില്ല. ഈ ഇൻസ്ട്രുമെന്റ് ഒരിക്കലും സ്വന്തമായിട്ട് ട്യൂണുകൾ ഉണ്ടാക്കുന്നില്ല, ട്യൂണുകൾ പ്ലേ ചെയ്യുന്നില്ല.